ഓൺലൈൻ ബോട്ടണി ക്ലാസ് +2 ബോട്ടണി 3rd ചാപ്റ്റർ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ആയിരുന്നു നോക്കിയിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിന് നമ്മൾ പറഞ്ഞു നിർത്തിയത് ആനിമൽ ബ്രീഡിങ്ങും അതിൻ്റെ ടൈപ്സും ആണ്. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് റിവൈസ് ചെയ്യാം. ആനിമൽ ബ്രീഡിംഗ് എന്ന് പറയുന്നത് ആനിമൽസിൻ്റെ ഈൽഡ് ഇൻക്രീസ് ചെയ്യാനും ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടി ചെയ്യുന്ന പ്രോസസ്സാണ്. അതിന് രണ്ട് പാരൻസിനെ തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിച്ച് പുതിയ നല്ലൊരു ബ്രീഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. രണ്ട് ടൈപ്സ് ആണുള്ളത്, ഇൻബ്രീഡിംഗ് ആൻഡ് ഔട്ട് ബ്രീഡിംഗ്. ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത് ബ്രീഡിംഗ് ബിറ്റ്വീൻ ആനിമൽസ് ഓഫ് ദ സെയിം ബ്രീഡാണ്. സെയിം ബ്രീഡിനകത്തുള്ള രണ്ട് ആനിമൽസിനെ തമ്മിൽ മീറ്റ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ് ഇൻബ്രീഡിംഗ്. ദെൻ ഡിഫറെൻറ്റ് ബ്രീഡ്സിനകത്തുള്ള രണ്ട് ആനിമൽസിനെ തമ്മിൽ മീറ്റ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ് ഔട്ട് ബ്രീഡിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻബ്രീഡിംഗ്, meeting of more closely related individuals within the same breed for 4 to 6 generations. 4 to 6 ജനറേഷൻസിൻ്റെ അകത്ത് ഒരു കോമൺ ആൻസിസ്റ്റർ ഉള്ള ആനിമൽസിനെ തമ്മിൽ, സെയിം ബ്രീഡിനകത്തുള്ള ആനിമൽസിനെ തമ്മിൽ മീറ്റ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ് ഇൻബ്രീഡിംഗ്. അതായത് സെയിം ജനറേഷൻസിനകത്തുള്ള 4 to 6 ജനറേഷൻസിനകത്തുള്ള സെയിം ബ്രീഡിലെ ആൾക്കാരെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കുന്ന മെത്തേഡാണ് ഇൻബ്രീഡിംഗ്. ഇവിടെ സുപ്പീരിയർ മെയിൽസിനെയും സുപ്പീരിയർ ഫീമെയിൽസിനെയും സെയിം ബ്രീഡിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യുന്നു. ഇൻബ്രീഡിംഗ് ഹോമോസൈഗോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാരണമാകുന്നുണ്ട്. ഹോമോസൈഗോസിറ്റി മീൻസ് സെയിം ക്യാരക്ടർ, അതായത് പാരൻസിൻ്റെ സെയിം ക്യാരക്ടർ തന്നെ നമുക്കിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു പ്രോജനി ഒരു മീറ്റിങ്ങിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ, കുറച്ച് പ്രോജനീസിനെ നമുക്ക് ഒരു മീറ്റിങ്ങിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ സുപ്പീരിയർ മെയിൽസിനെയും ഫീമെയിൽസിനെയും സെലക്ട് ചെയ്യാൻ സാധിക്കും. നല്ല ക്വാളിറ്റീസ് ഉള്ളതാണെങ്കിൽ അവിടെ നിന്ന് തന്നെ പുതിയ ഫീമെയിൽസിനെയും മെയിൽസിനെയും സെലക്ട് ചെയ്ത് അടുത്ത മീറ്റിങ്ങിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ഇൻബ്രീഡിംഗ് ഈസ് നെസസറി ഇഫ് വാണ്ട് ടു ഇവോൾവ് എ പ്യുവർ ലൈൻ ഇൻ ആനിമൽ. പുതിയൊരു പ്യുവർ ലൈൻ ആയിട്ടുള്ള ആനിമൽ, പ്യുവർ ലൈൻ മീൻസ് അതിൻ്റെ സെയിം ജനറേഷൻസ് കഴിഞ്ഞാലും അതിൻ്റെ ഈ പാരൻസിൻ്റെ സെയിം ക്യാരക്ടേഴ്സ് ഉള്ള കുറച്ച് ആനിമൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇൻബ്രീഡിങ് അത്യാവശ്യമാണ്. അതായത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്യുവർ ലൈനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഇൻബ്രീഡിങ്. ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ എടുത്താൽ, കൗവിന് മെയിൽ ആൻഡ് ഫീമെയിൽ, സുപ്പീരിയർ മെയിലിനെ സുപ്പീരിയർ ഫീമെയിലിനെ എടുക്കുന്നു എന്ന് പറയുന്നത് കൗവിൽ നിന്ന് ഒരു സുപ്പീരിയർ ഫീമെയിലായ, അതായത് മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ആയിട്ടുള്ള ഒരു നല്ല മിൽക്ക് പ്രൊഡക്ഷനുള്ള ഒരു ഫീമെയിലിനെ ആയിരിക്കും നമ്മൾ സുപ്പീരിയർ ഫീമെയിലായിട്ട് എടുക്കുന്നത്. ഇനി അതിൻ്റെ മെയിൽ എന്ന് പറയുന്നത് നല്ല പ്രോജനിയെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെയിലിനെ ആയിരിക്കാം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. Then inbreeding exposes harmful recessive genes that are eliminated by selections and helps in accumulation of superior genes and elimination of less desirable genes. ഇനി ഇൻബ്രീഡിങ് കൊണ്ടുള്ള ഒരു ഉപയോഗമാണ് ഇവിടെ പറയുന്നത്. ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. ബിക്കോസ് ഇൻബ്രീഡിങ് കാരണം നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള റെസസീവ് ജീൻസിനെ മാറ്റാനും, അതായത് ഓരോ ഇൻബ്രീഡിങ് മീറ്റിംഗ് കഴിയുമ്പോഴും നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നല്ല പ്രോജനീസിനെ നോക്കി സെലക്ട് ചെയ്തതിന് ശേഷമാണ് അടുത്ത ബ്രീഡിങ് നടത്തുന്നത്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഹാംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ലെസ് ഡിസൈറബിൾ ആയിട്ടുള്ള ജീൻസ് ഉള്ള അല്ലെങ്കിൽ ലെസ് ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ഉള്ള പ്രോജനീസിനെ മാറ്റി നിർത്തിയതിന് ശേഷം നല്ല ക്വാളിറ്റീസ് ഉള്ളതിന് മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള സെലക്ഷൻ കാരണം ഇൻബ്രീഡിങ്ങിൽ കൂടെ നമുക്ക് ഹാംഫുൾ റെസസീവ് ജീൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. പകരം സുപ്പീരിയർ ജീൻസിനെ അക്സെപ്റ്റ് ചെയ്യാനും സാധിക്കുന്നു. ദെൻ ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി ഓഫ് ഇൻബ്രെഡ് പോപ്പുലേഷൻ. ഇത് ഇൻബ്രെഡ് പോപ്പുലേഷൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. നല്ല സെലക്ഷൻ നടത്തുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. കണ്ടിന്യൂഡ് ഇൻബ്രീഡിങ് യൂഷ്വലി റെഡ്യൂസസ് ഫെർട്ടിലിറ്റി ആൻഡ് ഈവൻ പ്രൊഡക്ടിവിറ്റി. നമ്മളിത് പഠിച്ചിട്ടുള്ള ഒരു ടേമാണ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ. ഇൻബ്രീഡിങ് ഡിപ്രഷൻ മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഇൻബ്രീഡിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഫെർട്ടിലിറ്റിക്കും പ്രൊഡക്ടിവിറ്റിക്കും ഒരു കുറവ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനെയാണ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സിലുള്ള ഒരു കുറവിനെയാണ്, അതിൻ്റെ ഡിക്രീസ് ഇൻ റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സാണ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. സോ ഇൻബ്രീഡിംഗ് ഡിപ്രഷനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, കുറേ ഇൻബ്രീഡിങ്ങിനെ കഴിഞ്ഞതിന് ശേഷം
ഈ ഇൻബ്രീഡിങ് ഡിപ്രഷൻ കുറയ്ക്കാനായിട്ട് ഒരു പാരൻറ്റിനെ മറ്റൊരു പാരൻറ്റിലോട്ട് നമുക്ക് ക്രോസ് ബ്രീഡിങ് ചെയ്യാൻ സാധിക്കും. അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു സുപ്പീരിയർ ആനിമലുമായിട്ട് നമ്മുടെ ഈ ഇൻബ്രീഡിങ് ചെയ്ത് കിട്ടിയ ഒരു പാരൻറ്റിനെ ക്രോസ് ചെയ്യുവാണെങ്കിൽ അവിടെ ഇൻബ്രീഡിങ് ഡിപ്രഷൻ കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ദിസ് ഹെൽപ്സ് ടു റീസ്റ്റോർ ദ ഫെർട്ടിലിറ്റി ആൻഡ് ഈൽഡ്. ഇത് ഫെർട്ടിലിറ്റിയും ഈൽഡും റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഔട്ട് ബ്രീഡിങ്. ഔട്ട് ബ്രീഡിങ് ഈസ് ദ ബ്രീഡിങ് ഓഫ് ദ അൺറിലേറ്റഡ് ആനിമൽസ്. ഇൻബ്രീഡിങ്ങിൽ പറഞ്ഞതുപോലെയല്ല അവിടെ റിലേറ്റഡ് ആനിമൽസ് ആയിരുന്നു ബ്രീഡ് ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ റിലേറ്റഡ് ആയിട്ടുള്ള ആനിമൽസിനെ തമ്മിൽ മീറ്റ് ചെയ്യിപ്പിച്ച് അവിടെ ഒരു ബ്രീഡിനെ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ഔട്ട് ബ്രീഡിങ്ങിൽ നടക്കുന്നത്. ഇത് 3 ഡിഫറെൻറ്റ് ടൈപ്സിലായിട്ട് ഔട്ട് ബ്രീഡിങ് ചെയ്യാം. ഔട്ട് ക്രോസിംഗ്, ക്രോസ് ബ്രീഡിംഗ് ആൻഡ് ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഫസ്റ്റ് ഔട്ട് ക്രോസിംഗ് നോക്കാം. 4-6 ജനറേഷൻസ്, അതായത് 4 to 6 ജനറേഷൻസിൻ്റെ അകത്ത് കോമൺ ആൻസിസ്റ്റേഴ്സ് ഒന്നും വരാത്ത സെയിം ബ്രീഡിലുള്ള 2 ആനിമൽസിനെ തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ് ഔട്ട് ക്രോസിംഗ്. മാറ്റിംഗ് ഓഫ് ആനിമൽസ് വിത്ത് ദ സെയിം ബ്രീഡ് ബട്ട് ഹാവിങ് നോ കോമൺ ആൻസിസ്റ്റേഴ്സ് ഫോർ 4 to 6 ജനറേഷൻസ്. ഇത് സെയിം ബ്രീഡിലുള്ള ആനിമൽസ് തന്നെയാണ്, പക്ഷെ അതിന് തമ്മിൽ റിലേഷൻ ഉണ്ടായിരിക്കില്ല. അതാണ് ആദ്യത്തെ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞതും. അൺറിലേറ്റഡ് ആയിട്ടുള്ള ആനിമൽസിനെ തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നതാണ് ഔട്ട് ബ്രീഡിങ്. അതിലെ ഫസ്റ്റ് വണ്ണാണ് ഔട്ട് ക്രോസിംഗ്. ഔട്ട് ക്രോസിംഗ് എന്ന് പറയുന്നത് സെയിം ബ്രീഡിലുള്ള എന്നാൽ അൺറിലേറ്റഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് റിലേഷൻ ഇല്ലാത്ത 4 to 6 ജനറേഷൻസിന് അതിന് കോമൺ ആയിട്ട് ഒരു ആൻസിസ്റ്റർ ഇല്ലാത്ത ആനിമൽസിനെ തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ് ഔട്ട് ക്രോസിംഗ്. ദി ഓഫ് സ്പ്രിങ് ഓഫ് സച്ച് എ മീറ്റിംഗ് ഇസ് നോൺ ആസ് ആൻ ഔട്ട് ക്രോസ്. ഔട്ട് ക്രോസ് ചെയ്ത് കിട്ടുന്ന ഓഫ് സ്പ്രിങ്ങിനെ പറയുന്ന പേരാണ് ഔട്ട് ക്രോസ്. ഇത് ബിലോ ആവറേജ് പ്രൊഡക്ടിവിറ്റി ഉള്ള, അതായത് മിൽക്ക് പ്രൊഡക്ഷനിലൊക്കെ ആവറേജ് പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത ആനിമൽസിനും ഗ്രോത്ത് റേറ്റ് കുറഞ്ഞ ബീഫ് കാറ്റൽസിനും ഒക്കെ പറ്റിയ ഒരു ബ്രീഡിംഗ് ടെക്നിക്കാണ് ഔട്ട് ക്രോസിംഗ് എന്ന് പറയുന്നത്. ഇത് ഇൻബ്രീഡിംഗ് ഡിപ്രഷനെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഔട്ട് ക്രോസിനെ വെച്ചിട്ട് ബ്രീഡ് ചെയ്യുമ്പോൾ അത് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ ഇസ് ക്രോസ് ബ്രീഡിംഗ്. superior males of one breed are mated with superior females of another breed. ഇവിടെ 2 ഡിഫറെൻറ്റ് ബ്രീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഔട്ട് ക്രോസിങ്ങിൽ യൂസ് ചെയ്തത് സെയിം ബ്രീഡിലുള്ള അൺറിലേറ്റഡ് ആയിട്ടുള്ള ആനിമൽസ് ആണെങ്കിൽ ഇവിടെ ക്രോസ് ബ്രീഡിങ്ങിനകത്ത് 2 ഡിഫറെൻറ്റ് ബ്രീഡ്സിലുള്ള ആനിമൽസിനെ യൂസ് ചെയ്താണ് ബ്രീഡ് ചെയ്യുന്നത്. യൂസ്ഡ് ഫോർ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ. ഇത് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നവയാണ്. ദേ മേ ബി സബ്ജക്റ്റഡ് ടു some form of inbreeding and selection to develop new stable breeds that may be superior to existing breeds. ഇത് ചില ഇൻബ്രീഡിങ്ങിൽ കൊടുക്കാറുണ്ട്. ഇൻബ്രീഡിങ് നടത്തുമ്പോൾ ഇൻബ്രീഡിങ് ഡിപ്രഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ക്രോസ് ബ്രീഡിങ് ചെയ്യാറുണ്ട്. ബിക്കോസ് അവിടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബ്രീഡിനെ, ഒരു പുതിയ ബ്രീഡിനെ ഉണ്ടാക്കാനും എക്സിസ്റ്റിംഗ് ബ്രീഡ്സിനെക്കാളും ക്വാളിറ്റി ഉള്ളവയെ ഉൽപ്പാദിപ്പിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇതിനൊരു എക്സാമ്പിൾ പറയുന്നത് ബിഗ്നേരി ഏവ്സ് ആൻഡ് മറൈനോ റാംസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 എണ്ണത്തിനെ ക്രോസ് ചെയ്യിപ്പിച്ച് നമ്മളൊരു പുതിയ ബ്രീഡിനെ ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് ഹിസാർഡലെ. പഞ്ചാബിലാണ് ഇത് ചെയ്തത്. ഫോർ എക്സാമ്പിൾ, ഹിസാർഡലെ ഈസ് എ ന്യൂ ബ്രീഡ് ഓഫ് ഷീപ്പ് ഡെവലപ്ഡ് ഇൻ പഞ്ചാബ് ബൈ ക്രോസിംഗ് ബിഗ്നേരി ഏവ്സ് ആൻഡ് മറൈനോ റാംസ്. ഇതാണ് ഹിസാർഡലെ. ഓക്കെ. Then third one is interspecific hybridization. Interspecific hybridization എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. മീറ്റിംഗ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഓഫ് 2 ഡിഫറെൻറ്റ് റിലേറ്റഡ് സ്പീഷീസ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 സ്പീഷീസിനെ തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രീഡ് ചെയ്യുന്ന ടെക്നിക്കാണ് interspecific hybridization. In some cases, the progeny may combine desirable features of both the parents and may be of considerable economic value. ഇവിടെ 2 പാരൻസിൻ്റെ, അതായത് നമ്മൾ സെലക്ട് ചെയ്ത മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ക്വാളിറ്റീസ് ചേർന്നിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ചേർന്നിട്ടുള്ള ഒരു പ്രോജനി ആയിരിക്കും ഇവിടെ മിക്കവാറും കിട്ടുന്നത്. അത് എക്കണോമിക് വാല്യൂ ഉള്ള പ്രോജനീസിനെ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ 2 ഡിഫറെൻറ്റ് സ്പീഷീസിനെ തമ്മിൽ മീറ്റ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ് ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. പിന്നെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഹോഴ്സിൻ്റെയും ഡോങ്കിയെയും തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു പുതിയ ബ്രീഡാണ് മ്യൂള എന്ന് പറയുന്നത്.
അപ്പോൾ ഹോഴ്സിൻ്റെ ക്വാളിറ്റീസും ഡോങ്കിയുടെ ക്വാളിറ്റീസും ചേർന്നിട്ട് ഒരു ഇൻഡസ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആനിമലിനെ കിട്ടുന്നു. അതാണ് മ്യൂൾ. മറ്റൊരു എക്സാമ്പിളാണ് ലൈഗർ എന്ന് പറയുന്നത്. ലയണിൻ്റെയും ടൈഗറിൻ്റെയും ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ബ്രീഡാണ് ഈ ലൈഗർ. രണ്ടിൻ്റെ ക്വാളിറ്റിയും ചേർന്നിട്ടായിരിക്കും ലൈഗർ ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് മ്യൂളും. അപ്പോൾ ഇൻബ്രീഡിങ് ആൻഡ് ഔട്ട് ബ്രീഡിങ്ങിനകത്ത് പറഞ്ഞത്, ഇൻബ്രീഡിങ് എന്ന് പറയുന്നത് സെയിം ബ്രീഡിനകത്തുള്ള ആനിമൽസിനെ തമ്മിൽ മേറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് ഇൻബ്രീഡിങ്. ഇനി ഔട്ട് ബ്രീഡിങ് എന്ന് പറയുന്നത് അൺറിലേറ്റഡ് ആയിട്ടുള്ള ബ്രീഡിൻ്റെ ആനിമൽസിനെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റിൽ ഈ ഔട്ട് ബ്രീഡിങ്ങിനകത്ത് 3 ടെക്നിക്ക് പഠിച്ചു. ഔട്ട് ക്രോസിങ്, ക്രോസ് ബ്രീഡിങ് ആൻഡ് ഇൻ്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഔട്ട് ക്രോസിങ്ങിനകത്ത് മീറ്റിംഗ് ഓഫ് ആനിമൽസ് വിത്തിൻ ദ സെയിം ബ്രീഡ് ബട്ട് ഹാവിംഗ് നോ കോമൺ ആൻസസ്റ്റേഴ്സ് ഫോർ 4 to 6 generations. In cross breeding, superior males of one breed are mated with superior males of another breed. 2 ഡിഫറെൻറ്റ് ബ്രീഡ്സിനെ വെച്ചിട്ടാണ് ക്രോസ് ബ്രീഡിങ് ചെയ്യുന്നത്. ബട്ട് ഇൻ്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ്റെ അകത്ത് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഷീസിൽ നിന്നാണ് ആനിമൽസിനെ സെലക്ട് ചെയ്ത് ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് മ്യൂളും ലൈഗറും. ഇനി നോക്കാനുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. കൺട്രോൾഡ് ബ്രീഡിംഗ് എക്സ്പെരിമെൻറ്റ്സ് ആർ ക്യാരിഡ് ഔട്ട് യൂസിങ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ബ്രീഡിംഗ് മെത്തേഡ്സ് കൺട്രോൾഡായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നടത്തുന്ന ഒരു പ്രോസസ്സാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സെമനെ കളക്ട് ചെയ്യുന്നു. കുറച്ച് സെമൻ മെയിൽ പാരൻറ്റിൽ നിന്ന് സെമൻ കളക്ട് ചെയ്തതിന് ശേഷം ഈ സെമനെ ഫീമെയിൽ പാരൻറ്റിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. The semen is collected from the male that is chosen as a parent and injected into the reproductive tract of the selected female by the breeder. ഈ ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന സെമനിൽ എന്തുണ്ടാവും? മെയിൽസിൻ്റെ സ്പേംസ് ഉണ്ടാവും. അപ്പോൾ ഈ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ് വഴി ബോഡിക്കകത്ത് എത്തുന്ന സ്പേംസ് ഈ ഫീമെയിലിൻ്റെ ബോഡിക്കകത്തുള്ള എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് അവിടെ പുതിയൊരു എംബ്രിയോ പ്രൊഡ്യൂസ് ചെയ്യുന്നു. Then artificial insemination helps to overcome several problems of normal mating. നോർമൽ മീറ്റിങ്സിൽ നടക്കുന്ന കുറേ പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ സഹായിക്കുന്നുണ്ട്. അതായത് കറക്റ്റ് ഇതിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലോട്ട് തന്നെ ഇൻസേർട്ട് ചെയ്യുന്നത് കാരണം, ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കാരണം അവിടെ ഫെർട്ടിലൈസേഷനുള്ള സാധ്യത കൂടുതലാണ്. ദെൻ ഇങ്ങനെ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന സെമൻ എന്ന് പറയുന്നത് നമുക്ക് ഇമ്മീഡിയറ്റ്ലി എടുത്തുടനെ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് ഫ്രോസൺ സ്റ്റേറ്റിൽ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാണ് അത് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്കത് പ്രിസർവ് ചെയ്ത് ഫ്രോസൺ സ്റ്റേറ്റിൽ എവിടെയാണോ നമുക്ക് ഫീമെയിലുള്ളത് അവിടെ കൊണ്ടുപോയി നമുക്ക് ഇതിനെ ഇഞ്ചെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. To improve chances of successful production of hybrids, other means are also used. ഇനി ഹൈബ്രിഡ്സിൻ്റെ സക്സസ്ഫുൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ മാത്രമല്ല, അതുപോലത്തെ മറ്റൊരു മെത്തേഡും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രയോ ട്രാൻസ്ഫർ ടെക്നോളജി. മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രയോ ട്രാൻസ്ഫർ ടെക്നോളജി ഈ പേരിൽ തന്നെയുണ്ട്. ഈ പേര് പറയും പോലെ തന്നെയാണ് അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. മൾട്ടിപ്പിളായിട്ട് ഓവുലേഷൻ നടത്തി അങ്ങനെ ഉണ്ടാകുന്ന എംബ്രയോ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഇതിനകത്ത് നടക്കുന്നത്. ഇൻ ദിസ് മെത്തേഡ് എ കൗ ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ഹോർമോൺസ് വിത്ത് FSH ടു ഇൻഡ്യൂസ് ഫോളിക്കുലാർ മെച്ചുറേഷൻ ആൻഡ് സൂപ്പർ ഓവുലേഷൻ. ഇവിടെ നമുക്ക് ഫീമെയിൽ പാരൻ്റായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു കൗ ആണ്. ബിക്കോസ് ഇത് ഹെർഡ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അതായത് കന്നുകാലികളുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഫീമെയിലായിട്ട് എടുത്തേക്കുന്ന കൗ അതിനകത്തോട്ട് എന്ത് വെച്ച് ട്രീറ്റ് ചെയ്യുന്നു? ഇവിടെ ഹോർമോണായ FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വെച്ച് അതിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുമ്പോൾ ഫോളിക്കുലാർ മെച്ചുറേഷനും സൂപ്പർ ഓവുലേഷനും ഇൻക്രീസ് ചെയ്യുന്നു. ഫോളിക്കുലാർ മെച്ചുറേഷനും സൂപ്പർ ഓവുലേഷനും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു എഗ്ഗ് ഉണ്ടാകേണ്ട സ്ഥാനത്ത് 6 to 8 എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് ഒരു ഫീമെയിലിനകത്ത് നോർമലി 1 എഗ് പെർ സൈക്കിളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു സൈക്കിളിന്, അതായത് അതിൻ്റെ ആ എഗ് സൈക്കിളിന് ഒരു എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ അതേ സ്ഥാനത്ത് 6 to 8 എഗ്സ്
ഹോർമോണിൻ്റെ സ്റ്റിമുലേഷൻ കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദി ആനിമൽ ഇൻസ്റ്റെഡ് എയ്തർ വിത്ത് ആൻ എലൈറ്റ് ബുൾ ഓർ ആർട്ടിഫിഷ്യലി ഇൻസെമിനേറ്റഡ്. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ ഈ ഫീമെയിലിനെ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെയിൽ പാരൻറ്റിനെ വച്ചിട്ട് മേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി ഇൻസെമിനേറ്റ് ചെയ്യുകയോ ചെയ്യുന്നു. മെയിലിനെ വെച്ച് മേറ്റ് ചെയ്യിപ്പിക്കുന്നു. അല്ലെങ്കിൽ മുൻപ് പറഞ്ഞ ടെക്നിക്കാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. മെയിലിൽ നിന്ന് കളക്ട് ചെയ്ത സെമൻ വെച്ചിട്ട് ഇതിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ദ ഫെർട്ടിലൈസ്ഡ് എഗ്സ് അറ്റ് 8 to 30 cell stage ആർ റിക്കവേർഡ് നോൺ സർജിക്കലി ആൻഡ് ട്രാൻസ്ഫേർഡ് ഇൻ ടു സറോഗേറ്റഡ് മദേഴ്സ്. ഇനി ഇങ്ങനെ പോയി അത് ഫെർട്ടിലൈസ് ചെയ്യുന്നു. ഇതിനകത്ത് പോയി ഈ സ്പേമും എഗ്ഗും തമ്മിൽ ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന എംബ്രിയോയുടെ 8 to 30 cell സ്റ്റേജസ് ഉണ്ട്. എംബ്രിയോയ്ക്ക് പല സ്റ്റേജസ് ഉണ്ട്. അതായത് ഒരു എഗ്ഗും സ്പേമും ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സൈഗോട്ട് ഉണ്ടായി അത് പിന്നെ എംബ്രിയോ ആയിട്ട് മാറുന്നു. ഇങ്ങനെ ഈ എംബ്രിയോ ഫോം ചെയ്യുമ്പോൾ എംബ്രിയോയ്ക്ക് പല സ്റ്റേജസ് പ്രസൻ്റ് ആണ്. അത് സെൽ ഡിവൈഡ് ചെയ്യുന്നതനുസരിച്ച് ഓരോ സ്റ്റേജസ് പ്രസൻ്റ് ആണ്. അങ്ങനെയുള്ള ഒരു സ്റ്റേജാണ് 8 to 32 സെൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജ് ആകുമ്പോൾ ഈ മദറിൽ നിന്ന് നമ്മൾ നേരത്തെ എക്സ്പെരിമെൻ്റ് ചെയ്ത മദറിൻ്റെ ബോഡിക്കകത്ത് നിന്ന് നമ്മളിതിനെ കളക്ട് ചെയ്ത് മറ്റൊരു സറോഗേറ്റഡ് മദർ, ഇത് വേറൊരു കൗവിൻ്റെ ഫീമെയിലിൻ്റെ ബോഡിയിലോട്ട് നമ്മൾ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ ദി ജെനറ്റിക് മദർ ഈസ് അവൈലബിൾ ഫോർ അനദർ റൗണ്ട് ഓഫ് സൂപ്പർ ഓവുലേഷൻ. നമുക്ക് ഇത് മാറ്റിക്കഴിഞ്ഞ് ഒരു സറോഗേറ്റഡ് മദറിൻ്റെ ബോഡിക്കകത്തോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ കവ് എന്ന് പറയുന്നത്, അതായത് ജെനറ്റിക്കലി നമ്മൾ ആദ്യം എക്സ്പെരിമെൻറ്റ് ചെയ്ത മദർ എന്ന് പറയുന്നത് അടുത്തൊരു സൂപ്പർ ഓവുലേഷന് വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽപ്പുണ്ടാവും. അതിനെ നമുക്ക് അടുത്തൊരു സൂപ്പർ ഓവുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ മദറിൻ്റെ, അതായത് ജെനറ്റിക്കലി നമ്മൾ ആദ്യം ഫെർട്ടിലൈസ് ചെയ്യിപ്പിച്ച മദറിൻ്റെ ക്യാരക്ടേഴ്സും അതിന് സെമൻ കളക്ട് ചെയ്ത മെയിലിൻ്റെ ക്യാരക്ടേഴ്സും ചേർന്നിട്ടുള്ള ഓഫ് സ്പ്രിങ് തന്നെ നമുക്ക് ഇതുവഴി ലഭിക്കുന്നു. ഇതിന് എക്സാമ്പിൾ പറയുന്നത് കാറ്റിൽ, ഷീപ്പ്, റാബിറ്റ്, മേയേഴ്സ്, അങ്ങനെ ഒരുപാട് ഓർഗാനിസത്തിൻ്റെ അകത്ത് നടത്തുന്ന ഒരു ടെക്നിക്കാണിത്. ഹൈ മിൽക്ക് ഈൽഡ് ബ്രീഡ്സ് ഓഫ് ഫീമെയിൽസ് ആൻഡ് ഹൈ ക്വാളിറ്റി മിൽക്ക് ഈൽഡിംഗ് ബുൾസ് ഹാവ് ബീൻ ബ്രെഡ് സക്സസ്ഫുള്ളി ടു ഇൻക്രീസ് ഹെർഡ് സൈസ് ഇൻ ഷോർട്ട് ടൈം. കുറഞ്ഞ ടൈമിൽ തന്നെ ഹൈ മിൽക്ക് ഈൽഡ് ചെയ്യുന്ന ബ്രീഡ്സിനെയും പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡ്സിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവഴി ഹെൽപ്പ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കുറച്ച് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് പല പുതിയ ഹൈബ്രിഡ്സും വെറൈറ്റീസിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ നമുക്ക് ബ്രീഡിംഗ് എക്സ്പെരിമെൻറ്റ്സിൽ യൂസ് ചെയ്യുന്ന 2 ടെക്നിക്സാണ് പറഞ്ഞത്: ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി. ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ്റെ അകത്ത് ഒരു മെയിൽ പാരൻറ്റിൽ നിന്ന് സെമൻ കളക്ട് ചെയ്ത് ഫീമെയിൽ പാരൻറ്റിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിനകത്തോട്ട് ഇൻജെക്റ്റ് ചെയ്താണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്തുന്നത്. എന്നാൽ മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജിക്കകത്ത് ഒരു കവിനകത്ത് FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആക്ടിവേറ്റ് ചെയ്ത് അതിനകത്ത് ഫോളിക്കുലർ മെച്ചുറേഷനും സൂപ്പർ ഓവുലേഷനും ഇൻക്രീസ് ചെയ്യിപ്പിച്ച് അവിടെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനോ അല്ലെങ്കിൽ മേറ്റിങ്ങോ നടത്തിയിട്ടാണ് ഇവിടെ ഈ പ്രോസസ്സ് നടത്തുന്നത്. ഇവിടെ ഒരു സറോഗേറ്റഡ് മദറിൻ്റെ സാന്നിധ്യത്തോടു കൂടിയാണ് ഈ ടെക്നോളജി സാധ്യമാക്കുന്നത്. ഓക്കെ, ആനിമൽ ബ്രീഡിംഗ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.